ഹായ് ഓൾ, വെൽക്കം ടു ബയോ ക്ലാസ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 സുവോളജിയിലെ പബ്ലിക് എക്സാമിന് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ്. നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് ആനിമൽ കിങ്ഡം, അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്, ഈ രണ്ട് ചാപ്റ്റേഴ്സുമാണ്. നമുക്കറിയാം നമ്മുടെ സുവോളജി പബ്ലിക് എക്സാമിന് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ് ആനിമൽ കിങ്ഡം. ഏകദേശം ഒരു 6 മുതൽ 8 മാർക്കിന് വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്, കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ആനിമൽ കിങ്ഡം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ തന്നെ ആദ്യം സെലക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്നുള്ള ചാപ്റ്റർ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഉറപ്പാണ് നിങ്ങൾക്ക് 10 മാർക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആനിമൽ കിങ്ഡം എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ 2 ഫങ്ഷൻസ് ഓഫ് ദ ഫോളോയിങ്. അതായത് ഇവിടെ 2 ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ആനിമൽ കിങ്ഡം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് എപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോഴും ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. അതായത് ഗിൽസ് ഇൻ മൊളസ്ക്, മൊളസ്കിലുള്ള ഗിൽസ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്? റെസ്പിറേഷനും എക്സ്ക്രീഷനുമാണ് അല്ലെ. 2 ഫംഗ്ഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിന് ഏതൊക്കെയാണ് 2 ഫംഗ്ഷൻസ് വന്നിട്ടുള്ളത്? റെസ്പിറേഷനും എക്സ്ക്രീഷനുമാണ്. ഓക്കെ ആണല്ലോ. ദെൻ ഫ്ലെയിം സെൽസ് ഇൻ പ്ലാറ്റി ഹെൽമിന്തസ്, പ്ലാറ്റി ഹെൽമിന്തസിൽ അഥവാ ഫ്ലാറ്റ് വേംസിൽ എന്തുണ്ട്? നമുക്കറിയാം ഫ്ലെയിം സെൽസ് പ്രസന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുള്ളത് മൊളസ്കില് ഗിൽസിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? എക്സ്ക്രീഷനും റെസ്പിറേഷനും ആണ്. ദെൻ ഫ്ലെയിം സെൽസ് ഇൻ പ്ലാറ്റി ഹെൽമിന്തസ്. അപ്പൊ ഫ്ലെയിം സെൽസ് ഏതിലാ കാണുന്നത്? ഏത് ഫൈലത്തിലാ കാണുന്നത്? പ്ലാറ്റി ഹെൽമിന്തസിലാണ് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Comment on the symmetry of phylum Porifera and phylum Echinodermata. അതായത് ഇവിടെ 2 ഫൈലം കൊടുത്തിട്ടുണ്ട്, ഫൈലം പോറിഫറയും ഫൈലം എഖൈനോഡെർമേറ്റയും. ഇതിന്റെ സിമ്മട്രി ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്മട്രി അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വരും, ഷുവർ ആണ്. ഓക്കെ, സിമ്മട്രിയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വരും. അതായത് ഒന്നെങ്കിൽ ഓർഗാനിസംസിന്റെ പേരുകൾ തന്നിട്ട് ഇതിൽ ഏതാ റേഡിയൽ സിമെട്രി കാണിക്കുന്നത്, അല്ലെങ്കിൽ ഏതാ ബൈലേറ്ററൽ സിമെട്രി കാണിക്കുന്നത്, ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. നമുക്കറിയാം കൂടുതൽ ഓർഗാനിസംസിലും വരുന്നത് ബൈലേറ്ററൽ സിമെട്രി ആണ് അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഫൈലം പോറിഫെറ, പോറിഫെറയിൽ എന്താണ്? അസിമെട്രി ആണ്, അവർക്ക് സിമെട്രി ഒന്നുമില്ല അല്ലെ. ദെൻ ഫൈലം എഖൈനോഡെർമേറ്റ, എഖൈനോഡെർമേറ്റയിൽ ഏതാണ്? റേഡിയൽ സിമെട്രി ആണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എഖൈനോഡെർമേറ്റയുടെ ലാർവൽ ഫോംസിൽ ബൈലേറ്ററൽ സിമെട്രി ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണേ. അതായത് ഫൈലം എഖൈനോഡെർമേറ്റയിൽ റേഡിയൽ സിമെട്രി ആണ്, പക്ഷെ അവരുടെ ലാർവകളിൽ ഏതാണ് കാണിക്കുന്നത്? ബൈലേറ്ററൽ സിമെട്രി ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഒരുപാട് നമ്മൾ എക്സ്പ്ലനേഷനിലേക്ക് പോവാത്തതിന്റെ കാരണം നമ്മളിപ്പോ ലാസ്റ്റ് നിമിഷത്തിലാണ് അല്ലെ, എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷനും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നിങ്ങളുടെ സമയം ഞാൻ ഒരുപാട് കളയുന്നില്ല. അപ്പൊ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് ഇപ്പം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വേണ്ടവർക്ക് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ്. കോഡേറ്റ്സ് എന്ന് പറയുമ്പോൾ നോട്ടോ കോഡ് പ്രസന്റ് ആയിരിക്കും, നോൺ കോഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നോട്ടോ കോഡ് ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ്, ഫാരൻസ് പെർഫറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ്, അല്ലെങ്കിൽ ഗിൽ സ്ലിറ്റ് പ്രസന്റ് എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഗിൽ സ്ലിറ്റ്സ് ആർ പ്രസന്റ്. In non-chordates, gill slits are absent. Okay, then chordates la heart is ventral, then non-chordates la heart is dorsal. Then അടുത്ത ഒരു പോയിന്റ്, chordates la post anal part is present, post anal tail part is present. എന്നാൽ ഇവിടെ non-chordates la post anal tail absent ആണ്. അപ്പോൾ വളരെ കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. chordates la notochord present ആണ്, gill slit present ആണ്, then heart is ventral, post anal tail present ആണ്. ഓക്കെ, എന്നാൽ നോൺ കോഡേറ്റ്സിൽ നോട്ടോകോഡ് ആബ്സെന്റ് ആണ്, ഗിൽ സ്ലിറ്റ്സ് ആബ്സെന്റ് ആണ്, ഹാർട്ട് ഈസ് ഡോസൽ, ദെൻ പോസ്റ്റ് ഏനൽ ടെയിൽ ഈസ് ആബ്സെന്റ്. ഓക്കെ, അപ്പൊ അത്രയും പോയിന്റ്സ് എഴുതിയാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് എക്സാമ്പിൾസ് ഫോർ ലിംപ്ലെസ് ആംഫിബിയൻ.
ലിംബ് ഇല്ലാത്ത, കൈയും കാലുകളും ഇല്ലാത്ത ആംഫിബിയൻ. നമുക്കറിയാം ആംഫിബിയൻസ് എന്ന് പറയുമ്പോൾ കൈകാലുകൾ ഉണ്ടായിരിക്കുമെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ ലിംബ്ലെസ്, ലിംബ് ഇല്ലാത്ത ആംഫിബിയൻ ഏതാണ്? ഇക്തിയോഫിസ് ആണ്. ഓർത്ത് വയ്ക്കുക, ഇക്തിയോഫിസ്. ഓക്കെ, then note the relationship between first two words and write a suitable word for the fourth place. അതായത് ഇവിടെ നോക്കൂ, ടീനോപ്ലാന ഇവരിൽ കോംപ്ലേറ്റ് പ്രസന്റ് ആണ്. അപ്പോൾ നീരിസിലുള്ളത് ഏതാണ്? ഡാഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഈസ് പാരപ്പോഡിയ. ഓക്കെ, പാരപ്പോഡിയ. ദെൻ ടീനിയയിൽ ഫ്ലെയിം സെൽസ് ഉണ്ട്. എപ്പിസിൽ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. കാരണം ഇൻസെക്റ്റുകളിൽ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് എക്സ്ക്രീഷന് സഹായിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ആനിമൽ. ആനിമൽ ഏതാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാണ് ആനിമൽ? ഏതാ? സീ ഹോഴ്സ് ആണ് അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ക്ലാസ് ഇൻ വിച്ച് ദിസ് ആനിമൽ ബിലോങ്സ്. സീ ഹോഴ്സ് അല്ലെങ്കിൽ ഹിപ്പോകാമ്പസ് വരുന്നത് ഏത് ക്ലാസ്സിലാണ്? ഓസ്റ്റിക്ടൈസിലാണ്. ഓസ്റ്റിക്ടൈസ്. ഓക്കെ, ദെൻ റൈറ്റ് 2 ക്യാരക്ടേഴ്സ് ഓഫ് ദിസ് ക്ലാസ്. ഈ ക്ലാസിന്റെ മറ്റ് 2 ക്യാരക്ടേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓസ്റ്റിക്ടൈസിന്റെ 2 ക്യാരക്ടേഴ്സ് എഴുതിയാൽ മതി. എയർ ബ്ലാഡർ പ്രസന്റ് ആണ്. ദെൻ ബോണി എൻഡോസ്കെലിട്ടൺ പ്രസന്റ് ആണ്. ഓക്കെ, എയർ ബ്ലാഡർ പ്രസന്റ്, ബോണി എൻഡോസ്കെലിട്ടൺ പ്രസന്റ്. അതായത് ഇതിന്റെ ആന്തരിക അസ്ഥികൂടം ബോൺസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മോഡിഫിക്കേഷൻസ് ദാറ്റ് ആർ ഒബ്സർവ്ഡ് ഇൻ ബേർഡ്സ് ദാറ്റ് ഹെൽപ്പ് ദം ടു ഫ്ലൈ? ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് വേറൊരു രീതിയിലും ചോദിക്കാം. ബേർഡ്സിൻ്റെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഏതൊക്കെയാണെന്നും ചോദിക്കാം. ഓക്കെ, അതായത് പറക്കാനായിട്ട് ബേർഡ്സിനെ സഹായിക്കുന്ന ചില അഡാപ്റ്റേഷൻസ് ഉണ്ട് ഇവരുടെ ബോഡിയിൽ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ആർ ദ മോഡിഫിക്കേഷൻ ദാറ്റ് ആർ ഒബ്സർവ്ഡ് ഇൻ ബേർഡ്സ് ദാറ്റ് ഹെൽപ്പ് ദം ടു ഫ്ലൈ? അത് മറ്റൊരു രീതിയിലും ചോദിക്കാം. വാട്ട് ആർ ദ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് ഇൻ ബേർഡ്സ്? അതായത് ബേർഡ്സിലെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഏതൊക്കെയാണെന്നുള്ളതും ചോദിക്കാം. ഓക്കെ, അതായത് അവർക്ക് പറക്കാൻ ആയിട്ട് സഹായിക്കുന്ന ചില അഡാപ്റ്റേഷൻസ് ഏതൊക്കെയാണ്? പ്രസൻസ് ഓഫ് ഫെദേഴ്സ് അല്ലേ, തൂവലുകളുണ്ട്, അതൊരു അഡാപ്റ്റേഷൻ ആണ്, ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ആണ്. ദെൻ ഫോർലിംബ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ്. അതായത് ഇവരുടെ ഫോർലിംബ്, നമ്മുടെ ഫോർലിംബ് എന്താ? നമ്മുടെ കൈകളാണ് അല്ലേ. പക്ഷികളുടെ ഫോർലിംബ്സ് ആണ് എന്തായിട്ട് മാറിയിട്ടുള്ളത്? അവരുടെ വിങ്സ് അഥവാ ചിറകുകളായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ന്യൂമാറ്റിക് ബോൺ പ്രസന്റ്, അതായത് ഒട്ടും വെയിറ്റ് ഇല്ലാത്ത, ഉള്ളിൽ എയർ സ്പേസ് മാത്രമുള്ള ഹോളോ ആയിട്ടുള്ള ബോണാണ് ഇവർക്ക് ഉള്ളത്. എല്ലുകളുടെ ഉള്ളിലൊന്നുമില്ല, ഫ്രീ സ്പേസ് ആണുള്ളത്. അത്തരം ബോൺസിനെ നമുക്ക് എന്ത് പറയാം? ന്യൂമാറ്റിക് ബോൺസ് ആർ പ്രസന്റ്. അപ്പോൾ ബേർഡ്സിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ന്യൂമാറ്റിക് ബോൺസ് ആർ പ്രസന്റ്. ഓക്കെ, അപ്പോൾ ന്യൂമാറ്റിക് ബോൺസ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ആയിട്ട് പറയാം അല്ലെ, പറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ എയർ സാക്സ് പ്രസന്റ് ഇൻ ലങ്സ്. ഇവരുടെ ലങ്സിൽ എന്തുണ്ട്? വായു അറകളുണ്ട്. ലങ്സിൽ വായു അറകളുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുള്ളത്, റൈറ്റ് ഇൻ എക്സാമ്പിൾ ഫോർ ഫ്ലൈറ്റ്ലെസ് ബേർഡ്. നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും പറക്കാൻ സാധിക്കാത്ത ബേർഡിന്റെ പേര് എഴുതിയാൽ മതി. ഇവിടെ നമ്മൾ ഓസ്ട്രിച്ച് എഴുതിയിട്ടുണ്ട് അല്ലേ. ഫ്ലൈറ്റ്ലെസ് ബേർഡാണ്, പറക്കാൻ സാധിക്കാത്ത ബേർഡാണ്. ദെൻ സെലക്ട് ദ പോയ്ക്കിലോതേമസ് ആനിമൽസ് ഫ്രം ദ ലിസ്റ്റ്. അതായത് ഇതിൽ പോയ്ക്കിലോതേമസ് ആനിമൽസ് ഏതാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസ് ഏതാണ്? ഏതൊക്കെയാണ് ഇതിൽ കോൾഡ് ബ്ലഡഡ് വരുന്നത്? റാന, കെലോട്ടസ്, സ്കാളിയോഡോൺ, ഹിപ്പോകാമ്പസ്. ഓക്കെ, ഇത്രയുമാണ് പോയ്ക്കിലോതേമസിൽ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ഈച്ച് ഫൈലം ഫ്രം ദ ക്യാരക്ടറിസ്റ്റിക്സ് ഗിവൺ. അതായത് ഇവിടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഓരോ ക്യാരക്ടേഴ്സും വെച്ചിട്ട് ഇതെല്ലാം ഏത് ഫൈലമാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഓരോ ഫൈലത്തിൻ്റെതുമായിട്ടുള്ള അതിൽ മാത്രം കാണുന്ന ക്യാരക്ടേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് മറ്റ് ഫൈലങ്ങളിലൊന്നും അങ്ങനെ കാണാറില്ല. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, കോംപ്ലേറ്റ്സ് ആർ ദ ലോക്കോമോട്ടറി ഓർഗാൻസ്. ഏതിലാണ് കോംപ്ലേറ്റ്സ് കാണുന്നത്? ആൻസർ ഈസ് ടീനോഫോറ അല്ലേ, ടീനോഫോറ. അപ്പോൾ കോംപ്ലേറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരണം, കോംപ്ലേറ്റ്സ് കാണുന്നത് ടീനോഫോറയിലാണ്. ജനറേഷൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഷോ അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണുന്നത് ഏതിലാണ്? സീലൻഡ്രേറ്റ്സിലാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. ഏതിലാണ് കാണുന്നത്? എക്കൈനോഡെർമേറ്റയിലാണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം കാണുന്നത്. ഓർത്ത് വയ്ക്കാം, വാട്ടർ കനാൽ സിസ്റ്റം എന്നാണെങ്കിലോ പോറിഫറയിലാണ് അല്ലേ, ഫൈലം പോറിഫറയിലാണ് വാട്ടർ കനാൽ സിസ്റ്റം കാണുന്നത്. ഇവിടെ വാട്ടർ വാസ്കുലാർ സിസ്റ്റം കാണുന്നത് എക്കൈനോഡെർമേറ്റയിലാണ്. ദെൻ ബോഡി കൺസിസ്റ്റ് ഓഫ് പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്. പ്രൊബോസിസ് ഉള്ളത് ഏതിലാണ്?
ഹെമികോഡേറ്റയിലാണ് അല്ലേ? ആൻസർ ഈസ് ഹെമികോഡേറ്റ. അപ്പോൾ ഇവിടെയുള്ള ഈ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഫൈലം ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനാണ്, അല്ലെങ്കിൽ ഫൈലം ഏതാണ് എന്നുള്ളത് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കോംപ്ലെക്സ് ആൻഡ് ലോക്കോമോട്ടറി ഓർഗൻസ് ടിനോഫോഴ്സിലാണ്. ദെൻ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ സിലിണ്ടറേറ്റ്സിലാണ്. വാട്ടർ വാസ്കുലർ സിസ്റ്റം കാണുന്നത് എക്കൈനോഡെർമേറ്റിലാണ്. വാട്ടർ കനാൽ സിസ്റ്റം ആണെങ്കിലോ ഫൈലം പോറിഫെറയിലാണ്. ഓക്കെ, ദെൻ പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക് റീജിയൻ, അങ്ങനെ ബോഡിയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഹെമികോഡേറ്റയിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഓസ്റ്റിക്ടൈസ് ആൻഡ് കോൺട്രക്ടൈസ്. ഓസ്റ്റിക്ടൈസും കോൺട്രക്ടൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ദെൻ നോക്കാം നമുക്ക്. കോൺട്രക്ടൈസ് എന്ന് പറയുമ്പോൾ ഓൾ ആർ മറൈൻ, എല്ലാം കടലിലാണ് കാണുന്നത്. എന്നാൽ ഓസ്റ്റിക്ടൈസ് എന്ന് പറയുമ്പോൾ സം ആർ ഫ്രഷ് വാട്ടർ ആൻഡ് സം ആർ മറൈൻ, രണ്ടിലും കാണാം അല്ലേ? കടലിലും കാണാം, ശുദ്ധജലത്തിലും കാണാം. ഇനി കോൺട്രക്ടൈസിന്റെ അടുത്ത പോയിന്റ് ആണ് കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൺ. തരുണാസ്ഥി നിർമ്മിതമായ എൻഡോസ്കെലിറ്റൺ ആണ്, ആന്തരാസ്ഥികൂടമാണ് കോൺട്രക്ടൈസിനുള്ളത്. ഓക്കെ, തരുണാസ്ഥി അഥവാ കാർട്ടിലേജ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആന്തരികാസ്ഥികൂടമാണ് ആർക്കുള്ളത്? കോൺട്രക്ടൈസിനുള്ളത്. ഓക്കെ, എന്നാൽ ഓസ്റ്റിക്ടൈസിനോ ബോണി എൻഡോസ്കെലിറ്റൺ ആണ്. ദെൻ കോൺട്രക്ടൈസിന്റെ മൗത്തിന്റെ പ്രത്യേകത എന്താ? മൗത്ത് ഈസ് വെൻട്രൽ അല്ലേ? ഓസ്റ്റിക്ടൈസിന് മൗത്ത് ഈസ് ടെർമിനൽ. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് നോട്ട് ചെയ്യാം കേട്ടോ. ഇനി എക്സ്പ്ലെയിൻ എനി ടു ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ സീലം ആൻഡ് ഗീവ് എക്സാമ്പിൾ ഫോർ ഈച്ച് ഗ്രൂപ്പ്. അതായത് സീലം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഗാനിസംസിനെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം, അതിന് എക്സാമ്പിളുമാണ് ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എസീലോമേറ്റ്, ദെൻ സ്യൂഡോസീലോമേറ്റ്, സീലോമേറ്റ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം അല്ലേ? അസീലോമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആനിമൽസ് വിത്തൗട്ട് സീലം, സീലം ഇല്ലാത്ത ഓർഗാനിസംസ് ആണ് അസീലോമേറ്റ്. അതിന് എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, പ്ലാറ്റി ഹെൽമിന്തസ് പറയാം അല്ലേ? ഇനി അടുത്തത് സ്യൂഡോസീലോമേറ്റ് ആണ്. സ്യൂഡോസീലോമേറ്റ് ഫാൾസ് സീലം ഉള്ളതാണ് അല്ലേ? ആനിമൽസ് വിത്ത് ഫാൾസ് സീലം, ആനിമൽസ് വിത്ത് ഫാൾസ് സീലം. അതിന് എക്സാമ്പിൾ ആഷ്യൽമിന്തസ് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി സീലോമേറ്റ്സ്, സീലോമേറ്റ്സ് എന്ന് പറയുമ്പോൾ ആനിമൽസ് വിത്ത് ട്രൂ സീലം, സീലം ഉള്ള ഓർഗാനിസംസ് ആണ് അല്ലേ? അതിൽ അനലിഡ്സ്, ആർത്രോപോഡ്, മൊളസ്ക്, കോഡേറ്റ, ഹെമികോഡേറ്റ, എക്കൈനോഡെർമേറ്റ ഒക്കെ നമുക്കതിന് ഉദാഹരണമായിട്ട് പറയാം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഡയഗ്രാം തന്നിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഈ ആദ്യത്തെ ഡയഗ്രാം എന്താണ്, രണ്ടാമത്തെ ഡയഗ്രാം എന്താണെന്നുള്ളതാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഡയഗ്രാം എന്ന് പറയുന്നത് ഡിപ്ലോബ്ലാസ്റ്റിക് ആണ് അല്ലേ? ഡിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള കണ്ടീഷനാണ് ഇത് കാണിക്കുന്നത്. അതായത് ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ജേം ലെയേഴ്സ് പ്രസന്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ ആദ്യത്തെ എ എന്നുള്ളത് എന്താണ്? ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. ബി എന്നുള്ളത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. 3 ജേം ലെയേഴ്സ് ഉണ്ട്, ശരിയല്ലേ? എക്ടോഡേമും എൻഡോഡേമും അതുപോലെ തന്നെ മീസോഡേമും ഉണ്ട്. അങ്ങനെ 3 ജേം ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഐഡന്റിഫൈ എ ആൻഡ് ബി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എ എന്ന് പറയുന്നത് ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, അതിന് എക്സാമ്പിൾസ് കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതിൽ ബി ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഗീവ് എക്സാമ്പിൾസ് എന്നാണ്. അപ്പോൾ സിലിണ്ടറേറ്റയും ടീനോഫോറിയയും. ദെൻ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ് അടുത്തത്. ഓക്കെ, ഈ ബി മാർക്ക് ചെയ്തിട്ടുള്ള ഈ ബി എന്താണ്? ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. അതായത് 3 ജേം ലെയേഴ്സ് ഉണ്ടായിരിക്കും, എക്ടോഡേം, എൻഡോഡേം, മീസോഡേമും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ട്രിപ്ലോബ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ എന്താണ്? ആർത്രോപോഡ, മൊളസ്ക. ഇത് രണ്ടും നമുക്ക് ട്രിപ്ലോബ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ പിക്ചർ, ഹൗ ഡസ് ദിസ് സ്ട്രക്ചർ ഹെൽപ്പ് ദ ഫംഗ്ഷൻ. അതായത് ഈ പിക്ചർ ഐഡന്റിഫൈ ചെയ്യുക, ഇതിന്റെ പേര് എഴുതുക. ഐഡന്റിഫൈ ദ പിക്ചർ, എന്താ പേരെന്താ? നിഡോബ്ലാസ്റ്റ് ആണ് അല്ലേ? മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു സ്ട്രക്ചറിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ഫംഗ്ഷന്? ഫുഡ് ക്യാപ്ചറിങ് അല്ലേ? ഇര പിടിക്കാൻ, ക്യാപ്ചറിങ് ഓഫ് പ്രേ. ദെൻ ഡിഫൻസ്, സ്വയം രക്ഷയ്ക്ക്, മറ്റു ഓർഗാനിസംസ് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇവ സ്വയം രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, ദെൻ ആങ്കറേജ്. അപ്പോൾ നിഡോബ്ലാസ്റ്റിന്റെ 3 ഫങ്ഷൻസ് ആണ്: പ്രേ ക്യാപ്ചറിങ്, ഡിഫൻസ്, ആങ്കറേജ്. ഇത് ആങ്കറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പറ്റിപ്പിടിച്ച് നിൽക്കാൻ, ഓക്കെ, അതിനായിട്ട് നിഡോബ്ലാസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മെൻഷൻ എ സിംഗിൾ വേർഡ്. അതായത് ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതിൻ്റെ എല്ലാം സിംഗിൾ വേർഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് നോക്കാം. ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗാനിൻ മൊളസ്ക്. എന്താണ്? ആൻസർ ഈസ് റാഡുല. ഓക്കെ, അടുത്തത് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. അതായത് നമുക്കറിയാം ഇന്നാമിനിങ്ങിനൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ലൈറ്റ് എമിറ്റിംഗ് പ്രോപ്പർട്ടി എന്നുള്ളത്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ബയോലൂമിനിസൻസ്.
ഓക്കെ, പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസംസ് ടു എമിറ്റ് ലൈറ്റ്. അതായത് ലിവിങ് ഓർഗാനിസംസിന് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് ബയോലൂമിനസെൻസ്. ദെൻ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇൻ നിഡേറിയൻസ്. നിഡേറിയൻസിൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നടക്കുന്നുണ്ട്, അതിനെ പറയുന്ന പേരാണ് മെറ്റാജെനസിസ്. ഓക്കെ, വൺ വേർഡ് ആയിട്ട് നമുക്ക് മെറ്റാജെനസിസ് എന്ന് പറയാം. ദെൻ ഹോളോ ബോൺസ് വിത്ത് എയർ ക്യാവിറ്റീസ്. എയർ ക്യാവിറ്റീസ് ഉള്ള, ഉള്ളിലൊന്നും ഇല്ലാത്ത ഹോളോ ആയിട്ടുള്ള ബോൺസിനെ പറയുന്ന പേരാണ് ന്യൂമാറ്റിക് ബോൺസ്. നമ്മൾ ബേർഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ബേർഡ്സിന്റെ കേസിൽ ന്യൂമാറ്റിക് ബോൺസ് പ്രസന്റ് ആണെന്ന് നമുക്കറിയാം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 2 ഡയഗ്രാം തന്നിട്ടുണ്ട് ഫിഷസിന്റെ. ഇതിൽ ഐഡന്റിഫൈ ചെയ്യാനാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഐഡന്റിഫൈ ദ ഡയഗ്രാം എ ആൻഡ് ബി. ആദ്യത്തേത് ഏതാണ്? ഷാർക്ക് ആണ് അല്ലെ. ഇത് ഏതിലാ വരുന്നത്? കോൺട്രാക്ടൈസിലാ വരുന്നത്. രണ്ടാമത്തത് കട്ട്ലയാണ്, ഇത് ഓസ്റ്റിക്ടൈസിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പം അതൊന്ന് നോട്ട് ചെയ്യാം. ഇനി നമ്മുടെ എക്സാമിന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് സിമ്മട്രി. അതായത് ഫൈലം തന്നിട്ട് അതിൽ ഏതിൻ്റെ സിമ്മട്രി ആണ്, അല്ലെങ്കിൽ ആ ഫൈലത്തിൽ വരുന്ന ഓർഗാനിസംസിൻ്റെ പേര് തന്നിട്ട് അതിൽ ഏത് സിമ്മട്രി ആണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫൈലം പോറിഫെറ അല്ലെങ്കിൽ സ്പോഞ്ചസിൽ വരുന്ന മുഴുവൻ ഓർഗാനിസംസിലും അസിമ്മട്രി ആണ് കാണുന്നത് അല്ലേ. ബോഡിയെ എങ്ങനെ കട്ട് ചെയ്താലും തുല്യമായ 2 ഭാഗങ്ങൾ കിട്ടില്ല. ഓക്കെ, പോറിഫെറയിൽ അസിമെട്രി ആണ്. ദെൻ നിഡേറിയൻസിന് റേഡിയൽ സിമെട്രി ആണ്. റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ ആക്സിസിലൂടെ പാസ് ചെയ്തു പോകുന്ന രീതിയിൽ ഏതൊരു പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും, എങ്ങനെ കട്ട് ചെയ്താലും തുല്യമായ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി പ്ലാറ്റിഹെൽമിന്തസ്, അനലിഡ, മൊളസ്ക, ആർത്രോപോഡ ഇവരുടെ എല്ലാം കേസിൽ ബൈലേറ്ററൽ സിമെട്രി ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ സിമെട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ളൊരു ഭാഗമാണ് സിമെട്രി. ദെൻ നെയിം ദ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടർ ഓഫ് ദ ഫോളോയിങ് ആനിമൽസ്. അതായത് അല്ലേ, കോംപ്ലേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് അവർക്കുണ്ട്, അതിനെ നമുക്ക് ബയോലൂമിനസെൻസ് എന്ന് പറയാം. ഇനി അടുത്തത് എക്കൈനോഡെർമേറ്റ. ഇവരുടെ പ്രത്യേകത എന്താ? സ്പൈനി സ്കിന്നായിരിക്കും, വാട്ടർ വാസ്കുലാർ സിസ്റ്റം പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ മമേലിയ. മമേലിയയുടെ പ്രത്യേകത എന്താ? മാമറി ഗ്ലാൻസ് പ്രസന്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്തും പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അടുത്തത് കോഡേറ്റയാണ്. കോഡേറ്റ എന്ന് പറയുമ്പോൾ നോട്ടോകോഡ് പ്രസന്റ് ആയിരിക്കും, ഡോസൽ ഹോളോ നെർവ് കോഡും പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ അനലിഡ. അനലിഡയുടെ പ്രത്യേകത എന്താ? നെഫ്രീഡിയ പ്രസന്റ് ആയിരിക്കും, അതുപോലെ അനലിഡയുടെ ബോഡിയിൽ സെഗ്മെന്റുകൾ കാണാം, അല്ലെങ്കിൽ മെറ്റാമിയസ് കാണാം. ഓക്കെ, ദെൻ ആർത്രോപോഡ. ആർത്രോപോഡയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് ആണ് ജോയിന്റഡ് അപ്പൻഡേജസ്, മാൽപീജിയൻ ട്യൂബ്യൂൾസ്. മാൽപീജിയൻ ട്യൂബ്യൂൾസ്, ഫ്ലെയിം സെൽസ്, നെഫ്രീഡിയ. അപ്പോൾ ആദ്യം പ്ലാറ്റിഹെൽമിന്തസ് ഏതായിരിക്കും? നമുക്കറിയാം പ്ലാറ്റിഹെൽമിന്തസിൽ ഫ്ലെയിം സെൽസ് ഉണ്ട് എന്നറിയാം അല്ലേ. ഫ്ലെയിം സെൽസ് ആണ് ആൻസർ വരുന്നത്. ദെൻ അനലിഡ. അനലിഡ്സിന്റെ പ്രത്യേകത എന്താ? നെഫ്രീഡിയ പ്രസന്റ് ആണ്. ഓക്കെ, നെഫ്രീഡിയ പ്രസന്റ് ആണ്. ദെൻ ആർത്രോപോഡ. ആർത്രോപോഡ എന്ന് പറയുമ്പോൾ മാൽപീജിയൻ ട്യൂബ്യൂൾസുകളിൽ കാണുന്നുണ്ട്. ഓക്കെ, ദെൻ മൊളസ്ക. മൊളസ്കയിൽ ഗിൽസ് ആണ് ഉള്ളത് അല്ലേ. പഠിക്കുക, അതിൻ്റെ കറക്റ്റ് ആൻസർ ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്യാം. ഇനി വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഈസ് പ്രസന്റ് ഇൻ ഡാഷ്. നമുക്കറിയാം വാട്ടർ കനാൽ സിസ്റ്റം കാണുന്നത് ഫൈലം പോറിഫെറയിലാണ് അല്ലേ. എന്നാൽ വാട്ടർ വാസ്കുലാർ സിസ്റ്റം എവിടെയാണ് കാണുന്നത്? എക്കൈനോഡെർമേറ്റയിലാണ്, അല്ലെങ്കിൽ സ്റ്റാർ ഫിഷ്. എക്കൈനോഡെർമേറ്റയ്ക്ക് ഒരു ഉദാഹരണം പറയാം, സ്റ്റാർ ഫിഷ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 1 വേർഡ് ആണ് അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത്. വാം ബ്ലഡഡ് ആനിമൽസ്, അതിനെ എന്ത് പറയാം? ഹോമിയോതേർമസ് ആനിമൽസ് എന്ന് പറയാം. കോൾഡ് ബ്ലഡഡ് ആനിമൽസിനെ നമ്മൾ നേരത്തെ പറഞ്ഞു, അതിനെന്താ പറയുക? ഹോയ്ക്കിലോതേർമസ്. ബോഡി സർഫസ് ഈസ് ഡിസ്റ്റിങ്ക്ട്ലി മാർക്ക്ഡ് ഔട്ട് ഇൻ ടു സെഗ്മെന്റ്, അതിനെ പറയുന്ന പേരാണ് മെറ്റാമറിസം. അതായത് ബോഡിയുടെ സർഫസിൽ ഇറ്റ് ഈസ് ഡിസ്റ്റിങ്ക്ട്ലി മാർക്ക്ഡ് ഇൻ ടു സെഗ്മെന്റ്, സെഗ്മെന്റുകളായിട്ട് കാണാം. ഇങ്ങനെ ചെറിയ 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 സെഗ്മെന്റുകളായിട്ട് കാണാം ഇവരുടെ ബോഡിയിൽ. അതാണ് സെഗ്മെന്റേഷൻ അഥവാ മെറ്റാമറിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ദ പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. എന്താണ് ലൈറ്റ് എമിറ്റിംഗ് പ്രോപ്പർട്ടിയെ നമുക്ക് എന്ത് പറയാം? ബയോലൂമിനസെൻസ് എന്ന് പറയാം. ദെൻ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. അതായത് മെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള സ്പേമും ഫീമെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള ഓവവും ഒരൊറ്റ ഇൻഡിവിജ്വലിന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. അതായത് സെപ്പറേറ്റ് ആയിട്ട് അതിന് വേറെ വേറെ ഇൻഡിവിജ്വൽസ് ഇല്ല. അപ്പം നമ്മുടെ കേസിലൊക്കെ ആണെങ്കിൽ മെയിൽ ഒരെണ്ണം ഉണ്ട്, അല്ലെ ഫീമെയിൽ വേറെ ഉണ്ട്. പക്ഷേ എന്താണ് ഇവിടെ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ് എന്ന് പറയുമ്പോൾ മെയിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് ഒരൊറ്റ ഇൻഡിവിജ്വലിൽ തന്നെ കാണാം. ഓക്കെ, അങ്ങനെയുള്ള ഓർഗാനിസംസിനെ നമുക്ക് എന്ത് പറയാം?
ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് പറയാം. അത് ഈ ഡയഗ്രാം തന്നിട്ട് ഇത് ഏത് സിമെട്രി ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? റേഡിയൽ സിമെട്രി ആണ് അല്ലേ? ആൻസർ വരെ റേഡിയൽ സിമെട്രി ആണ്. കാരണം ഇതിന്റെ ബോഡിയെ എങ്ങനെ കട്ട് ചെയ്താലും തുല്യമായ 2 ഭാഗങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ റേഡിയൽ സിമെട്രി ആണ്. സ്റ്റേറ്റ് എനി ടു ഫൈലം ഇൻ വിച്ച് ദിസ് കണ്ടീഷൻ ക്യാൻ ബി സീൻ. അതായത് റേഡിയൽ സിമെട്രി കാണുന്ന 2 ഫൈലത്തിന്റെ പേര് ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ഏത് ഫൈലത്തിലാണ്? സിലൻഡ്രേറ്റയിലും ചിനോഫോറയിലും. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഡയഗ്രാം തന്നിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് എ ആൻഡ് ബി. ഇത് എ ആണ്, ഡയഗ്രാം എ ആണ്. ദെൻ ഇത് ഡയഗ്രാം ബി ആണ് അല്ലേ? ഇതിന്റെ രണ്ടിന്റെയും പേര് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ ഇത് ഏതാണ്? ഇത് മെഡൂസയാണ്. ഡയഗ്രാം എ മെഡൂസയാണ്, ഡയഗ്രാം ബി പോളിപ്പാണ്. ഓക്കെ, ദെൻ റൈറ്റ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ ദം. അതായത് പോളിപ്പും മെഡൂസയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നോക്കാം. പോളിപ്പ് ഈസ് എ സെസൈൽ ആൻഡ് സിലിണ്ട്രിക്കൽ ഫോം. ഓക്കെ, ഇത് നോക്കൂ, ഇത് സെസൈൽ ആണ്. സെസൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുക. ഓക്കെ, മൂവ് ചെയ്യില്ല. ഓക്കെ, ദെൻ സിലിണ്ട്രിക്കൽ ഫോം, ഇതിന്റെ ഷേപ്പ് സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. ദെൻ ഇറ്റ് ഈസ് എസെക്ഷുവൽ സ്റ്റേജ്. ഈ പോളിപ്പ് എന്ന് പറയുന്നത് എസെക്ഷുവൽ സ്റ്റേജ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് മെഡൂസയിൽ വരിക അല്ലേ? ഇതെന്താണ്? ഫ്രീ സ്വിമ്മിങ് ആണ് അല്ലേ? മൂവ് ചെയ്ത് പോകും. ഓക്കെ, മെഡൂസ എന്ന് പറയുന്നത് മൂവ് ചെയ്ത് പോവും. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, അംബ്രല ഷേപ്പ്ഡ് ആണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. അംബ്രല ഷേപ്പ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഇതിന് വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് സെക്ഷുവൽ സ്റ്റേജ്, അതും കൂടി നോട്ട് ചെയ്യാം. ഓക്കെ, ഈ ഡയഗ്രാം നോക്കുക. ആദ്യത്തെ ഡയഗ്രാം ഏതാ? മെഡൂസയാണ്. രണ്ടാമത്തെ ഡയഗ്രാം പോളിപ്പാണ്. അപ്പോൾ മെഡൂസ എന്ന് പറയുന്നത് സെക്ഷുവൽ സ്റ്റേജ് ആണ്, അംബ്രല ഷേപ്പ് ആണ് ഇതിനുള്ളത്, ഫ്രീ സ്വിമ്മിങ് ആണ്. പോളിപ്പ് എന്ന് പറയുന്നത് രണ്ടാമത് കൊടുത്തിട്ടുള്ള ഈ ഡയഗ്രാം പോളിപ്പാണ്. ഇത് സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ് ഇതിനുള്ളത്, അതുപോലെ തന്നെ സെസൈലാണ് അല്ലേ? എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കും. ഓക്കെ, അവിടെ തന്നെ പറ്റിപ്പിടിച്ച് നിൽക്കും. ഓക്കെ, ദെൻ അസെക്ഷുവൽ സ്റ്റേജ് ആണ് എന്നുള്ളതും കൂടെ നോട്ട് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഫ്ലെയിം സെൽ കാണുന്നത് നമുക്കറിയാം പ്ലാറ്റി ഹെൽമിന്തസിലാണ് അല്ലേ? അപ്പോൾ മാൽപീജിയൻ ട്യൂബ്യൂൾസ് കാണുന്നത് ഏതിലാണ്? ആൻസർ ഈസ് ആർത്രോപോഡ, അല്ലെങ്കിൽ ഇൻസെക്ട്സ് എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഇൻസെക്റ്റ് എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. ആർത്രോപോഡ അല്ലേ? ഫൈലം ആർത്രോപോഡ. ദെൻ കൊയനോസൈറ്റ്സ് കാണുന്നത് പോറിഫറയിലാണ്. നോട്ട് ചെയ്യാം കേട്ടോ, കൊയനോസൈറ്റ്സ് കാണുന്നത് പോറിഫറയിലാണ്. ഇതിങ്ങനെ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ കൊയനോസൈറ്റ് എന്ന് പറയുന്നത് പോറിഫറയിലാണ് കാണുന്നത്. നിഡോബ്ലാസ്റ്റ് എവിടെയാണ് കാണുന്നത്? സിലൻഡ്രേറ്റയിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരിക സിലൻഡ്രേറ്റ്സ് എന്നാണ്. ദെൻ മെറ്റാമറിസം എന്ന് പറഞ്ഞാൽ സെഗ്മെന്റേഷൻ ആണ്. മെറ്റാജനസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഡാഷ് കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ് ഇവിടെ ആൻസർ വരിക? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ മെറ്റാമറിസം എന്ന് പറഞ്ഞാൽ സെഗ്മെന്റേഷൻ ആണ്. മെറ്റാജനസിസ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സൈക്ലോയിഡ് സ്കെയിൽസ് അല്ലേ? ഓസ്റ്റിക് തൈസ് ആണ്. പ്ലക്കോയിഡ് സ്കെയിൽസ് വരുന്നത് കോൺട്രിക് തൈസിലാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും പഠിക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ വേർഡ് പെയർ അപ്ലിക്കബിൾ ടു ഫൈലം ചിനോഫോറ. അതായത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചിനോഫോറയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? ചിനോഫോറയിൽ എന്തുണ്ട് നമുക്കറിയാം? കോംപ്ലേറ്റ്സ് ഉണ്ട്. അതുപോലെ ചിനോഫോറയിൽ ബയോലൂമിനസെൻസ്, അതായത് മിന്നാമിനിങ്ങിലൊക്കെ കാണുന്നത് പോലെ ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കഴിവ് ചിനോഫോഴ്സിനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ചിനോഫോഴ്സിന്റെ ക്യാരക്ടേഴ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഇതിൽ വരിക. കോംപ്ലേറ്റ് ഉണ്ട്, ബയോലൂമിനസെൻസും ഉണ്ട്. അത് ഇവിടെ 3 ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ ഡയഗ്രാംസും എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. നോക്കാം നമുക്ക്. ഐഡന്റിഫൈ ദ ഓർഗാനിസംസ് ABC ഐഡന്റിഫൈ ചെയ്യാം. ആദ്യത്തെ ഡയഗ്രാം എന്താണ്? എ എന്നുള്ളത് ബലാനോഗ്ലോസസ് ആണ്. ബി എന്താണ്? നീരിസ് ആണ് അല്ലേ? സി ഇറ്റ് ഈസ് ലിവർ ഫ്ലൂക്ക്. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നെയിം ദ ഫൈലം ടു വിച്ച് ഈച്ച് ഓഫ് ദം ബിലോങ്. ഇത് ഓരോന്നും വരുന്നത് ഏത് ഫൈലത്തിലാണ്? ബലാനോഗ്ലോസസ് വരുന്നത് ഹെമികോഡേറ്റയിലാണ്. നീരിസ് വരുന്നത് അനലിഡയിലാണ്. ലിവർ ഫ്ലൂക്ക് വരുന്നത് എവിടെയാണ്? പ്ലാറ്റി ഹെൽമിന്തസിലാണ്. ഡാഷ്. അതായത് അൺലൈക്ക് ബോണി ഫിഷസ്, കാർട്ടിലേജിനസ് ഫിഷസ് ആർ സ്വിം കോൺസ്റ്റന്റ്ലി. അതായത് കാർട്ടിലേജിനസ് ഫിഷസ് ബോണി ഫിഷസിന്റെ പോലെയല്ല. അതായത് അവരെപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ നീന്തിക്കൊണ്ടേയിരിക്കും. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ടു അവോയ്ഡ് സിങ്കിങ്, അതായത് വെള്ളത്തിലേക്ക് താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താ? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ. ഇവരിൽ എയർ ബ്ലാഡർ ഇല്ല.
ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഓസ്റ്റിക്ടൈസിൽ എയർ ബ്ലാഡർ ഉണ്ട്, അതുകൊണ്ട് അവർക്ക് എപ്പോഴും ഇങ്ങനെ നീന്തണം എന്നില്ല. അവർ താഴേക്ക് സിങ്ക് ചെയ്ത് പോകാൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അവർക്ക് എപ്പോഴും നീന്തണം എന്നില്ല. കാരണം ഇവർക്ക് എയർ ബ്ലാഡർ ഉണ്ട്, അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കാനായിട്ട് ഇവർക്ക് കഴിയും. ഓക്കെ, എന്നാൽ കോൺട്രിക്ടൈസ് അഥവാ കാർട്ടിലേജിനസ് ഫിഷസിൽ എന്താണ്? എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആണ്, ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ. ഓക്കെ, സോ ദേ സ്വിം കോൺസ്റ്റൻ്റ്ലി ടു അവോയ്ഡ് സിങ്കിങ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരിക ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ ആണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഓൾ വേർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് but all chordates are not vertebrates. Okay, all chordates are not vertebrates. Do you agree with this statement? Substantiate. Agree ചെയ്യുന്നുണ്ടോ? ശരിയാണല്ലേ? അപ്പോൾ യെസ് എന്ന് എഴുതുക. കാരണം എന്താ? പക്ഷേ എല്ലാ കോഡേറ്റ്സും എന്തല്ല? വേർട്ടിബ്രേറ്റ്സ് അല്ല അല്ലേ? കോഡേറ്റ്സ് എല്ലാ കോഡേറ്റ്സും എന്തല്ല? വേർട്ടിബ്രേറ്റ്സ് അല്ല. All vertebrates have notochord which is replaced by vertebral column, but there are chordates other than vertebrates like Urochordata and Cephalochordata. ഓക്കെ, അപ്പോൾ യൂറോകോഡേറ്റയും സെഫാലോകോഡേറ്റയും ഒന്നും എന്തല്ല? വേർട്ടിബ്രേറ്റ്സ് അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞു ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്. എല്ലാ വെർട്ടിബ്രേറ്റുകളും എന്താണ്? കോഡേറ്റ് ആണ്. പക്ഷെ എല്ലാ കോഡേറ്റ്സുകളും എന്തല്ല? വേർട്ടിബ്രേറ്റ്സ് അല്ല കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിനുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടോ? ഗീവ് റീസൺ എന്നുള്ള കാര്യമുണ്ട് ചോദിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ. അതായത് ഈ ഒരു ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇതിലേതെങ്കിലും ഒരു ഭാഗമൊക്കെ തരാതെ നിങ്ങളോടത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. ഓക്കെ, അപ്പോൾ ആനിമലിയ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെല്ലുലാർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ടിഷ്യൂ ഓർഗാൻ സിസ്റ്റം ഉള്ളതും വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഒന്ന് എഴുതാനായിട്ട് പഠിക്കുക. അതായത് സെല്ലുലാർ എന്ന് പറയുമ്പോൾ അതിൽ അസിമെട്രിക്കൽ ആയിട്ടുള്ള അസിലോമേറ്റ് ആയ പോറിഫറയാണ് ഇതിൽ വരുന്നത് അല്ലേ? ഫൈലം പോറിഫറ അല്ലെങ്കിൽ സ്പോഞ്ചസ് ആണ് വരുന്നത്. ദെൻ ബാക്കിയുള്ള ഓർഗാനിസംസിലെല്ലാം തന്നെ എന്ത് വരുന്നുണ്ട്? ടിഷ്യൂവോ അല്ലെങ്കിൽ ഓർഗനോ അല്ലെങ്കിൽ ഓർഗാൻ സിസ്റ്റമോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, റേഡിയലും ബൈലേറ്ററലും. ഓക്കെ, അപ്പോൾ റേഡിയൽ സിമെട്രി കാണിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു അതിൽ അസിലോമേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ സിലിൻഡ്രേറ്റ, ഫൈലം സിലിൻഡ്രേറ്റയും ഫൈലം ടിനോഫോറിയും, ഇതിൽ മാത്രമാണ് റേഡിയൽ സിമെട്രി വരുന്നത്. ഓക്കെ, അപ്പോൾ ബൈലേറ്ററൽ സിമെട്രി കാണിക്കുന്ന ഓർഗാനിസംസിനെ അസിലോമേറ്റ്, ദെൻ സ്യൂഡോസിലോമേറ്റ്, സിലോമേറ്റ് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അസിലോമേറ്റ് വരുന്നത് ഏതാ? പ്ലാറ്റിഹെൽമിന്തസ് ആണ്. സ്യൂഡോസിലോമേറ്റ് വരുന്നത് ആഷ്യോഹെൽമിന്തസ് ആണ്. ഓക്കെ, സ്യൂഡോസിലോമേറ്റ് വരുന്നത് എന്താണ്? ആഷ്യോഹെൽമിന്തസ് ആണ്. ദെൻ സിലോമേറ്റ് വരുന്നത് ബാക്കി അനലിഡ്സ്, ആർത്രോപോഡ്, അതുപോലെ തന്നെ മൊളസ്ക, എക്കൈനോഡെർമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ, ഇതിലെല്ലാം ഏതാ വരുന്നത്? സിലോമേറ്റ്സിലാണ് ഇവർ വരുന്നത് അല്ലേ? സീലം പ്രസൻ്റ് ആണ്. അപ്പോൾ ഇത് എഴുതുമ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ വേറെ രീതിയിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും പറ്റും, അതുപോലെ റേഡിയൽ സിമെട്രി ഏതിലൊക്കെയാണ് കാണുന്നത്, അതുപോലെ ബൈലേറ്ററൽ സിമെട്രി ഏത് ഓർഗാനിസംസിലൊക്കെയാണ് കാണുന്നത്, ദെൻ സിലോമേറ്റ്സുകൾ ഏതൊക്കെയാണ്, അസിലോമേറ്റുകൾ ഏതൊക്കെയാണ്, അതൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്, ജസ്റ്റിഫൈ യുവർ ആൻസർ. അതായത് ഇവിടെ കുറച്ച് ഓർഗാനിസംസിൻ്റെ പേര് തന്നിട്ടുണ്ട് അല്ലേ? സോഫിഷ്, ജെല്ലി ഫിഷ്, ഫ്ലൈയിങ് ഫിഷ്, ഏഞ്ചൽ ഫിഷ്. ഇതിൽ ഓഡ് വൺ ഔട്ട് വന്നത് ഏതാണ്? ആൻസർ ഈസ് ജെല്ലി ഫിഷ് അല്ലേ? അതിൻ്റെ റീസണും കൂടി എഴുതണം. എന്താ? ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് കൂടി ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ എന്താ എഴുതുക? ജെല്ലി ഫിഷ് ഈസ് എ നിഡേറിയൻ, അതേഴ്സ് ആർ ഫിഷസ് അല്ലേ? ബാക്കിയുള്ളതെല്ലാം ഫിഷസ് ആണ്. ജെല്ലി ഫിഷ് എന്ന് കേൾക്കുമ്പോൾ അത് ഫിഷ് അല്ല, നിഡേറിയാണ് അല്ലേ? നിഡേറിയൻസിലാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്യാം. ദെൻ റൈറ്റ് ദ ഫൈലം ഓഫ് ഈച്ച് ആനിമൽ. അതായത് ഇവിടെ കുറച്ച് ആനിമൽസിൻ്റെ പേര് തന്നിട്ടുണ്ട് അല്ലേ? ഒരു 4 ഓർഗാനിസംസിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഇവരുടെ ഫൈലം ഏതാണെന്നുള്ളത് എഴുതുക. ഫൈല ആദ്യത്തത് ഫൈല ഗ്ലോബോസ ഇതിലാണ് വരുന്നത്? മൊളസ്കയിലാണ് അല്ലേ? ആൻസർ ഈസ് മൊളസ്ക, ഫൈലം മൊളസ്ക. ദെൻ പ്ലൂറോബ്രാക്കിയ ഏതിലാണ് വരുന്നത്? ടീനോഫോറയിലാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് നീഡിസ് ഇതിലാണ് വരുന്നത്? അനലിഡയിലാണ് വരുന്നത്, ഫൈലം അനലിഡയിൽ. ദെൻ ബലാനോഗ്ലോസസ് വരുന്നത് ഹെമികോഡേറ്റയിലാണ്. ഓക്കെ, അപ്പോൾ ഓർഗാനിസംസ് തന്നിട്ട് അത് ഏത് ഫൈലത്തിലാണ് എന്നുള്ളതും ചോദിക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കാം. ദെൻ ഇനി ഇങ്ങനെ ഒരു സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ ഇത് നമുക്കറിയാം കോഡേറ്റയുടെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണിതല്ലേ? അപ്പോൾ ഇതിൽ ഐഡൻറ്റിഫൈ ദ ഫൈലം ഇത് തന്നു കഴിഞ്ഞാൽ ഏത് ഫൈലാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഏതാണ് ഫൈലം? ഏതാണ് ഫൈലം? കോഡേറ്റയാണ്. ഓക്കെ, ഫൈലം ഏതാണ്? കോഡേറ്റയാണ്. ദെൻ
ഇതിൽ നെയിം ദ ലേബിൾഡ് പാർട്ട്, ഈ ലാബിൽ ചെയ്ത എ എന്ന ലാബിൽ ചെയ്ത പാർട്ട് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതേതാണ്? അത് നെർവ് കോഡാണ്. ഇതിന്റെ ഭാഗങ്ങൾ ഈ ഫൈലം കോഡേറ്റയെ കാണിക്കുന്ന ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇതിന്റെ ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് പഠിക്കണം. അതിന്റെ ഭാഗങ്ങൾ ലാബിൽ ചെയ്യാനായിട്ട് എക്സാമിന് ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ പോയിന്റ് ഔട്ട് 3 ഫണ്ടമെന്റൽ ക്യാരക്ടേഴ്സ് ഓഫ് ദ ഫൈലം. അതായത് കോഡേറ്റയുടെ 3 ക്യാരക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചില്ലേ ഡിഫറൻസ് ബിറ്റ്വീൻ കോഡേറ്റ ആൻഡ് നോൺ കോഡേറ്റ, അതിൽ കുറച്ച് കോഡേറ്റ്സിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് പഠിച്ചില്ലേ, അത് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പോൾ പ്രസൻസ് ഓഫ് നോട്ടോ കോഡ് അല്ലേ, ക്യാരക്ടേഴ്സ് കോഡേറ്റയുടെ ക്യാരക്ടേഴ്സ് ആണ് പ്രസൻസ് ഓഫ് നോട്ടോ കോഡ്, പ്രസൻസ് ഓഫ് ഗിൽ സ്ലിറ്റ്സ്, പ്രസൻസ് ഓഫ് പോസ്റ്റ് ഏനൽ ടെയിൽ. ഓക്കെ, അപ്പോൾ നോട്ടോ കോഡ് ഉണ്ട്, ഗിൽ സ്ലിറ്റ് ഉണ്ട്, പോസ്റ്റ് ഏനൽ ടെയിലും പ്രസന്റ് ആണ്. ആ കാര്യം ഒന്ന് നോട്ട് ചെയ്താൽ മതി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഓസ്റ്റിക്ടൈസ് എന്ന് പറഞ്ഞിട്ട് സൈക്ലോയിഡ് സ്കെയിൽസ് തന്നിട്ടുണ്ട്, കോൺട്രാക്ടൈസ് എന്ന് പറഞ്ഞാൽ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻസർ എന്താണ്? പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ് അല്ലേ, പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 ക്യാരക്ടേഴ്സ് ഓഫ് എൻ ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽ ഈസ് ഗിവൺ. അതായത് ഇൻവെർട്ടിബ്രേറ്റ് ആയിട്ടുള്ള ആനിമലിന്റെ 2 ക്യാരക്ടേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്, ജോയിന്റഡ് അപ്പൻഡേജസും മാൽപീജിയൻ ട്യൂബ്യൂൾസും. ക്വസ്റ്റ്യൻ എന്താ? ഐഡന്റിഫൈ ദ ഫൈലം. ഫൈലം ഏതാണ് ഐഡന്റിഫൈ ചെയ്യാനാണ്. നമുക്കറിയാം മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഉള്ളത് ഏത് ഫൈലത്തിലാണ്? ഫൈലം ആർത്രോപോഡയിലാണ് അല്ലേ. ആർത്രോപോഡ, ജോയിന്റഡ് അപ്പൻഡേജസും ആർത്രോപോഡയിലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഫൈലം ഏതാണ്? ഐഡന്റിഫൈ ദ ഫൈലം. ആൻസർ ഈസ് ഫൈലം ആർത്രോപോഡ. ദെൻ റൈറ്റ് ദ റോൾ ഓഫ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. മാൽപീജിയൻ ട്യൂബ്യൂൾസിന്റെ റോൾ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. മാൽപീജിയൻ ട്യൂബ്യൂൾസിന്റെ മാൽപീജിയൻ ട്യൂബ്യൂൾസിന്റെ റോൾ എന്താണ്? എക്സ്ക്രീഷൻ ആണ്, ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഫൈലം ആൻഡ് ഗീവ് എക്സാമ്പിൾസ് ഓഫ് ഈച്ച് ഗ്രൂപ്പ്. അതായത് ഇവിടെ കുറച്ച് ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്, എ ബി സി എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഓരോന്നും ഏതൊക്കെ ഫൈലാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ ആ ഫൈലത്തിൽ വരുന്ന ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾ കൂടി എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്യാരക്ടർ നോക്കാം. ബോഡി ഈസ് കവേർഡ് ബൈ സ്കെയിൽസ്, ഹാർട്ട് ഈസ് 3 or 4 chambered, റെസ്പയർ ത്രൂ ലങ്സ്. ഏതാണ്? ഫൈലം റെപ്റ്റീലിയയാണ് അല്ലേ. ഫൈലം ഏതാ വരിക? റെപ്റ്റീലിയയാണ്. റെപ്റ്റീലിയയ്ക്ക് എക്സാമ്പിൾ എഴുതുക ക്രൊക്കോഡൈൽസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾസ് എഴുതുക കേട്ടോ. ഒരു എക്സാമ്പിൾ ക്രൊക്കോഡൈൽ. ദെൻ അടുത്തത്, ദർ എക്സ്ക്ലൂസീവ്ലി മറൈൻ കോമൺലി കോൾഡ് ആസ് സീ വാൾനട്ട് ആൻഡ് ഷോ ബയോലൂമിനസൻസ്. നമുക്കറിയാം മിന്നാമിനിങ്ങിനെ പോലെ ലൈറ്റ് എമിറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളത് ഏതിനാണ്? ഫൈലം ടീനോഫോറയ്ക്കാണ്. നമുക്ക് നമ്മുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്രോഗ്, അതുപോലെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്രോഗ്. ഈ 2 ഡയഗ്രം നിർബന്ധമായിട്ടും നിങ്ങൾ ലാബിൽ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ 2 ഡയഗ്രവും, അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്രോഗ്, അതുപോലെ നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്രോഗ്, ഈ 2 ഡയഗ്രവും ലാബിൽ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഡയഗ്രാം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ഐഡന്റിഫൈ ദ ഡയഗ്രാം. ഇത് എന്തിൻ്റെ ഡയഗ്രാം ആണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. ഓക്കെ ആണല്ലോ. ഇനി ലാബിൽ ദ പാർട്സ് എ ആൻഡ് ബി. ഇവിടെ എയും ബിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ലാബിൽ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ എ എന്നുള്ളത് എന്താണ്? ഓവിഡക്റ്റ് ആണ്. ബി ഏതാണ്? ഓവറി ആണ്. ഓക്കെ അല്ലേ. എ എന്നുള്ളത് ഓവിഡക്റ്റ് ആണ്, ബി എന്നുള്ളത് ഓവറി ആണ്. ഓക്കെ, അപ്പോൾ മറ്റു ഭാഗങ്ങളും കൂടി ഒന്ന് ലാബിൽ ചെയ്യാൻ പഠിക്കുക കേട്ടോ. ഈ ഒരു ഭാഗം ക്ലോയിക്കയാണ്. ദെൻ ഈ ഒരു പോർഷൻ വരുന്നത് ക്ലോയിക്കൽ അപ്പർച്ചർ ആണ്. ദെൻ ഈ വരുന്ന ഭാഗം എന്താണ്? യൂറിനറി ബ്ലാഡർ ആണ്. ഓക്കെ, അപ്പോൾ ബാക്കി ഭാഗങ്ങളും കൂടെ ലാബിൽ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്രോഗിൻ്റെ ഡയഗ്രാം ലാബിൽ ചെയ്യാനായിട്ട് പഠിക്കുക. ഏകദേശം ഒരു 3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വരും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, നോക്കാം നമുക്ക് അടുത്തത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്രോഗ്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്രോഗിൻ്റെ ഈ ഒരു ഡയഗ്രാം ഇതും ഐഡന്റിഫൈ ചെയ്യാൻ, ഈ ഡയഗ്രാം തന്നിട്ട് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്രോഗ് എന്ന് എഴുതാൻ അറിയണം. ദെൻ ഇതിൻ്റെ ഭാഗങ്ങൾ ലാബിൽ ചെയ്യാനും അറിയണം. ഓക്കെ, അപ്പോൾ ഭാഗങ്ങൾ ലാബിൽ ചെയ്യാന്ന് പറയുമ്പോൾ ഇത് വാസ എഫ്രൻഷിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ടെസ്റ്റിസ് ആണ് അല്ലേ. ദെൻ ഫാറ്റ് ബോഡീസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കിഡ്നിയാണ്. ഓക്കെ, കിഡ്നിയാണ്. ദെൻ യൂറിനോജനൈറ്റൽ ഡക്റ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിനകത്തായിട്ട് ഇവിടെ അഡ്രിനാൽ ഗ്ലാൻഡ്, അഡ്രിനാൽ ഗ്രന്ഥി ഉണ്ട്. ദെൻ
ഇത് റെക്റ്റമാണ്. ദെൻ യൂറിനറി ബ്ലാഡർ ആണ്. ഇത് ക്ലോയേക്കയാണ്. ക്ലോയേക്കയുടെ അറ്റത്തായിട്ട് ഇവിടെ ക്ലോയേക്കൽ അപ്പർച്ചർ ഉണ്ട്. ഇത്രയും ഭാഗങ്ങൾ ലാബിൽ ചെയ്യാനായിട്ട് പഠിക്കുക. വരയ്ക്കാനൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം അല്ലേ. ലാബിൽ ചെയ്യാൻ നിങ്ങളിത് പഠിക്കുക. അപ്പോൾ ഇതിൽ ഈ 2 ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്രോഗും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്രോഗും കൃത്യമായിട്ട് പഠിക്കാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രോഗ്സ് ആർ യൂറിയോടെലിക് ആനിമൽസ്. ഡു യു എഗ്രി? ഗീവ് റീസൺ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. എഗ്രി ചെയ്യുന്നുണ്ടോ? ശരിയാണ് അല്ലേ. ഫ്രോഗ്സ് എന്ന് പറയുന്നത് യൂറിയോടെലിക് ആണ്, ശരിയല്ലേ? അപ്പോൾ യെസ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അതിനൊരു റീസണും കൂടെ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഗീവ് റീസൺ. എന്താ റീസൺ എഴുതുക? ഫ്രോഗ് എക്സ്ക്രീറ്റ് യൂറിയ. ഇത്ര എഴുതിയാൽ മതി. ഫ്രോഗ് എക്സ്ക്രീറ്റ് യൂറിയ. യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഓർഗാനിസംസിനെ നമ്മൾ യൂറിയോടെലിക് എന്ന് പറയും. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഈസ്റ്റിവേഷൻ ആൻഡ് ഹൈബർനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വേറെ രീതിയിലും ചോദിക്കാം കേട്ടോ. ഈസ്റ്റിവേഷൻ എന്ന് തന്നിട്ട് സമ്മർ സ്ലീപ്പ് എന്ന് തരും. ദെൻ ഹൈബർനേഷൻ എന്ന് തന്നിട്ട് ഡാഷ് എന്ന് തരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കുക, ഈസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് സമ്മർ സ്ലീപ്പ്. ദെൻ ഹൈബർനേഷൻ എന്ന് പറഞ്ഞാൽ വിൻ്റർ സ്ലീപ്പാണ്. അത്രയും ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ സമ്മർ സ്ലീപ്പാണ്. ദെൻ ഹൈബർനേഷൻ എന്ന് പറഞ്ഞാൽ വിൻ്റർ സ്ലീപ്പാണ്. മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രമാണ് ഫ്രോഗിൻ്റെ വിസറ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ഫ്രോഗ് ദ ടോസ് ആർ ഇന്റർ കണക്റ്റഡ് ബൈ സ്കിൻ. ഫ്രോഗിൻ്റെ വിരലുകൾ അല്ലേ, അതെല്ലാം ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആണ്, ഒന്നൊന്നിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് കണക്റ്റഡ് ബൈ സ്കിൻ. ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദാറ്റ് സ്ട്രക്ചർ കാൾഡ്? അതായത് ഫ്രോഗിൻ്റെ വിരലുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള സ്ട്രക്ചറിനെ പറയുന്ന പേരെന്താണ്? വെബ്ഡ് ഡിജിറ്റ്സ് എന്ന് പറയാം അല്ലേ. ഇനി അതിൻ്റെ ഫംഗ്ഷനും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഫംഗ്ഷൻ എന്താ? ഹെൽപ്സ് ഇൻ സ്വിമ്മിങ്, നീന്താനായിട്ട് സഹായിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ഫ്രോഗ് ആൻഡ് ഫീമെയിൽ ഫ്രോഗ്. മെയിൽ ഫ്രോഗും ഫീമെയിൽ ഫ്രോഗും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നോക്കാം നമുക്ക്. മെയിൽ ഫ്രോഗ് എന്ന് പറയുമ്പോൾ വോക്കൽ കോഡ് പ്രസൻ്റ് ആയിരിക്കും, സ്മോളർ ഇൻ സൈസ് ആണ്. ദെൻ ക്രോക്കിംഗ് ഈസ് മോർ ലൗഡർ. കാരണം ഇവർക്ക് വോക്കൽ കോഡ് ഉണ്ട് അല്ലേ. വോക്കൽ കോഡ് പ്രസൻ്റ് ആണ്, ചെറുതായിരിക്കും, ഫീമെയിലിനേക്കാളും ചെറുതായിരിക്കും, സ്മോളർ ഇൻ സൈസ്. ക്രോക്കിംഗ് ഈസ് മോർ ലൗഡർ. ഓക്കെ, ഇവർ ഉണ്ടാക്കുന്ന സൗണ്ട് നല്ല ഉറക്കെയുള്ള സൗണ്ട് ആയിരിക്കും. ദെൻ ഫീമെയിൽ ഫ്രോഗ് ആകുമ്പോഴും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. വോക്കൽ സാക്ക് ആർ ആബ്സെൻറ്റ്. ദെൻ ലാർജർ ഇൻ സൈസ്, അതായത് മെയിലിനേക്കാളും വലുതായിരിക്കും. ക്രോക്കിംഗ് ഈസ് ലെസ് ലൗഡർ. എലിമെൻ്ററി കനാലും യൂറിനറി ട്രാക്റ്റും അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും ഓപ്പൺ ചെയ്യുന്നത് ഏത് ചാമ്പറിലേക്കാണ്? ആ ചാമ്പറിനെ പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ആൻസർ ഈസ് ക്ലോയേക്ക. ദെൻ നെയിം ദ 2 പോർട്ടൽ സിസ്റ്റം പ്രസന്റ് ഇൻ ഫ്രോഗ്. ഫ്രോഗിൽ കാണുന്ന 2 പോർട്ടൽ സിസ്റ്റം ഏതാണെന്നുള്ളതാണ്. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റവും റീനൽ പോർട്ടൽ സിസ്റ്റവും. ഓക്കെ, ആൻസർ ഈസ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം ആൻഡ് റീനൽ പോർട്ടൽ സിസ്റ്റം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ മെഡുല ഒബ്ലോങ്കേറ്റ ഓഫ് ഫ്രോഗ് പാസസ് ഔട്ട് ത്രൂ ദ ഹോൾ കോൾഡ് ഡാഷ് ആൻഡ് കണ്ടിന്യൂസ് ഇൻ ടു സ്പൈനൽ കോഡ്. ആൻസർ എന്താ വരിക? ഫൊറാമൻ മാഗ്നം എന്നുള്ളതാണ് ആൻസർ വരിക. ഓക്കെ, ഫൊറാമൻ മാഗ്നം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇൻ ഫ്രോഗ് ഡ്യൂറിങ് ഈസ്റ്റിവേഷൻ ആൻഡ് ഹൈബർനേഷൻ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ് ത്രൂ. അതായത് ഫ്രോഗിൽ ഈസ്റ്റിവേഷനും ഹൈബർനേഷനും നടക്കുന്ന സമയത്ത് അല്ലേ, ഇവരെങ്ങനെയാണ് ഇവരിൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്? ഏതിലൂടെയാണ്? സ്കിന്നിലൂടെയാണ്. ഓക്കെ, ടേക്സ് പ്ലേസ് ത്രൂ സ്കിൻ. ദെൻ ഫ്രോഗിൻ്റെ സയൻറ്റിഫിക് നെയിം ഒന്ന് ഓർത്ത് വെക്കണേ, റാന ടൈഗ്രിന. ഓക്കെ, അപ്പോൾ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, റാന എന്നുള്ളതിൽ 6 ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം, ടൈഗ്രിന എന്നുള്ളതിൽ T സ്മോൾ ലെറ്ററിലും ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സയൻറ്റിഫിക് നെയിം അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് എ ഫ്രോഗ്സ് ഐ വൈൽ ഇൻ വാട്ടർ. വെള്ളത്തിലായിരിക്കുമ്പോൾ ഈ ഫ്രോഗിൻ്റെ ഐയെ കവർ ചെയ്ത് നിൽക്കുന്ന മെംബ്രെയിനെ പറയുന്ന പേരാണ്. ആൻസർ ഈസ് നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രോഗിൻ്റെ ബ്രെയിനുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ഫ്ലോ ചാർട്ടാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. ഓക്കെ, ഇപ്പോൾ ഫ്രോഗിൻ്റെ ബ്രെയിനിനെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഇവിടെ എന്ത് വരും? എ എന്ന് എഴുതിയെടുത്ത് ഹൈൻഡ് ബ്രെയിൻ എന്ന് വരും. ഓക്കെ, ദെൻ ഫോർ ബ്രെയിൻ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഓൾഫാക്ടറി ലോബ്സ് വരും അല്ലേ ഇതിൽ. ദെൻ ഈ സി എന്ന് എഴുതിയെടുത്ത് അൺപെയർഡ് ഡൈൻസെഫലോൺ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ മിഡ് ബ്രെയിൻ, ഇതിന് ഇവിടെ ഡി ഒപ്റ്റിക് ലോബ്സ് എന്ന് വരും. ഓക്കെ, ദെൻ
ഹൈൻഡ് ബ്രെയിനിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സെറിബെല്ലവും മെഡുല്ല ഒബ്ലങ്കേറ്റയും. അപ്പോൾ ഈയിൽ മെഡുല്ല ഒബ്ലങ്കേറ്റ വരും. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാം ഒന്ന് ഫ്ലോ ചാർട്ട് ഒന്ന് പഠിക്കാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്രോഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൗത്ത്, ഈസോഫാഗസ്, ബക്കൽ കാവിറ്റി, സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, ക്ലോയേക്ക, റെക്ടം, ക്ലോയേക്കൽ അപ്പർച്ചർ, ഈ ഭാഗങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ കറക്റ്റ് ഇതിൻ്റെ ഓർഡറിൽ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ മുൻ വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഡൈജഷനുമായി ബന്ധപ്പെട്ട്, ഹ്യൂമൻ ഡൈജഷനുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഡിലീറ്റഡ് ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്നും എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫ്ലോ ചാർട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ചാപ്റ്റർ ഡിലീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫ്രോഗിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ അലിമെൻ്ററി കനാലിൻ്റെ ഫ്ലോ ചാർട്ട്. അപ്പോൾ ആദ്യത്തെ ഭാഗം വരുന്നത് നമുക്കറിയാം മൗത്ത് ആണ് അല്ലേ. മൗത്ത് കഴിഞ്ഞാൽ ഏതാ വരിക? മൗത്ത് കഴിഞ്ഞാൽ ബക്കൽ കാവിറ്റി വരും. ഇതിനിടയിൽ ആരോ മാർക്ക് ഇട്ട് തന്നെ എഴുതണേ. ബക്കൽ കാവിറ്റി കഴിഞ്ഞാൽ വരുന്ന ഭാഗമാണ് ഈസോഫാഗസ്. ദെൻ ഈസോഫാഗസ് കഴിഞ്ഞ് വരുന്ന ഭാഗം ഏതാ? സ്റ്റൊമക്കാണ് അല്ലേ. സ്റ്റൊമക്ക് വരും. സ്റ്റൊമക്ക് കഴിഞ്ഞാൽ ദെൻ ഇൻറ്റസ്റ്റൈൻ വരും. ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞ് വരുന്നത് റെക്റ്റമാണ്. റെക്റ്റം കഴിഞ്ഞാൽ അടുത്ത ഭാഗം ഏതാ വരിക? ക്ലോയേക്ക. ക്ലോയേക്ക അതെങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നു? ക്ലോയേക്കൽ അപ്പർച്ചർ. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഫ്രോഗിൻ്റെ അലിമെൻ്ററി കനാലിലുള്ളത് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ അതിൻ്റെ ആ കറക്റ്റ് ഓർഡർ ഇങ്ങനെ തന്നെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഫ്ലോ ചാർട്ട് ചോദിക്കും. ഇനി അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോ ചാർട്ട് തന്നിട്ട് അതിൽ ഏതെങ്കിലും ഭാഗങ്ങൾ ഇൻകറക്റ്റായിട്ട് തരാം, നിങ്ങളോടത് കറക്റ്റ് ചെയ്യാനും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദി പ്രോസസ് ബൈ വിച്ച് എ ടാഡ്പോൾ ഡെവലപ്സ് ഇൻ ടു എ അഡൾട്ട് ഫ്രോഗ്. ടാഡ്പോൾ അഡൾട്ട് ഫ്രോഗായിട്ട് മാറുന്ന പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? മെറ്റമോർഫോസിസ് എന്ന് പറയാം. ആൻസർ ഈസ് മെറ്റമോർഫോസിസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രോഗ്സ് ആർ ബെനിഫിഷ്യൽ ഫോർ മാൻകൈൻഡ്, ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് മനുഷ്യന് ഈ ഫ്രോഗുകൾ യൂസ്ഫുൾ ആണ്, ബെനിഫിഷ്യൽ ആണ്. ഓക്കെ, അത് ജസ്റ്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താ? ബിക്കോസ് ദേ ഈറ്റ് ഇൻസെക്ട് ആൻഡ് പ്രൊട്ടക്ട് ദ ക്രോപ്സ്. അതായത് ഈ തവളകൾ എന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ പ്രാണികളെയെല്ലാം ഭക്ഷിച്ച് നമ്മുടെ കൃഷിയിടങ്ങളിലുള്ള ക്രോപ്സിന് സംരക്ഷണം നൽകുന്നുണ്ട്. ഓക്കെ, ആ പോയിന്റ് നോട്ട് ചെയ്യാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു 4 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണുള്ളത്. ദ സ്കിൻ ഈസ് സ്മൂത്ത് ആൻഡ് സ്ലിപ്പറി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്. അതായത് ഫ്രോഗിൽ അവരുടെ സ്കിന്ന് സ്മൂത്ത് ആയിരിക്കും, അതുപോലെ നല്ല വഴുവഴുപ്പുള്ളതായിരിക്കും, സ്ലിപ്പറി ആയിരിക്കും. അതിൻ്റെ കാരണം എന്താ? ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മ്യൂക്കസ് അഥവാ ശ്ലേഷ്മം എന്ന് പറയും അല്ലേ. മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലും ഒക്കെയുള്ള വഴുവഴുപ്പുള്ള ഒരു ദ്രാവകമാണ് മ്യൂക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഫ്രോഗിനും എന്തുണ്ട്? മ്യൂക്കസ് പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്കിൻ ഭയങ്കര സ്മൂത്തും സ്ലിപ്പറിയും ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫ്രോഗ് നെവർ ഡ്രിങ്ക്സ് വാട്ടർ ബട്ട് അബ്സോർബ് ഇറ്റ് ത്രൂ സ്കിൻ അല്ലേ. ബട്ട് അബ്സോർബ് ഇറ്റ് ത്രൂ ഡാഷ് എന്നാണ്. ആൻസർ ഈസ് സ്കിന്നാണ് അല്ലേ. തവളകൾ എന്ത് ചെയ്യുന്നില്ല? വെള്ളം കുടിക്കുന്നില്ല, പക്ഷേ അവർ എന്ത് ചെയ്യുന്നു? സ്കിന്നിലൂടെ വാട്ടർ അബ്സോർബ് ചെയ്യും. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ ഏതർ സൈഡ് ഓഫ് ദ ഐസ് എ മെംബ്രെയിൻ കോൾഡ്. അതായത് കണ്ണുകളുടെ സൈഡിലായിട്ട് തവളകളിൽ എന്തുണ്ട്? ടിംപാനമുണ്ട്. അത് ഇയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് സൗണ്ട് കേൾക്കാനായിട്ട് ഇവർക്ക് സഹായിക്കുന്ന സ്ട്രക്ചറാണ് ടിംപാനം. ഓക്കെ, ദെൻ partially digested food called dash is passed from the stomach to the first part of the small intestine, duodenum. Okay, അതായത് partially digested food അതിനെ പറയുന്ന പേരാണ് ഖൈം. അതിപ്പോൾ നമ്മുടെ കേസിലാണെങ്കിലും അങ്ങനെയാണ് അല്ലേ. പാർഷ്യലി ഡൈജസ്റ്റഡ്, കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാത്ത ഫുഡിനെ പറയുന്ന പേരാണ് ഖൈം. ഓക്കെ, അത് നോട്ട് ചെയ്യണേ. ഇനി നമ്മുടെ ഫ്രോഗിൻ്റെ സെൻസ് ഓർഗാൻസിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത്. നോക്കാം. ടച്ച്, ടേസ്റ്റ്, സ്മെൽ, വിഷൻ, ഹിയറിംഗ്. ടച്ചിനെ സഹായിക്കാനായിട്ട്, ടച്ച് ചെയ്യുന്നത് അറിയാനായിട്ട് ഇവരിലുള്ളത് സെൻസറി പാപ്പിലുകളാണ്. ദെൻ ടേസ്റ്റ് അറിയാനായിട്ട് ടേസ്റ്റ് ബഡ്സ് ഉണ്ട് അല്ലേ. സ്മെൽ അറിയാനായിട്ട് നേസൽ എപ്പിത്തീലിയാണുള്ളത്. വിഷന് വേണ്ടിയിട്ട് ഐ ആണുള്ളത്. ഹിയറിങ്ങിന് വേണ്ടിയിട്ടുള്ള സെൻസ് ഓർഗൻ ഇതാണ്, ടിംപാനമാണ്. നമ്മളിൽ ചെവി, ഇയർ എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യുന്നത് അതുപോലെ ഈ ഫ്രോഗിലുള്ളത് ടിംപാനം എന്ന് പറയുന്ന സ്ട്രക്ചറാണ് അവരുടെ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രോഗ്സ് ഹാവ് ദ എബിലിറ്റി ടു ചേഞ്ച് ദ കളർ ടു ഹൈഡ് ദം ഫ്രം ദെയർ എനിമീസ്. അതിനെ കെമോഫ്ലേജ് എന്ന് പറയാം. ഫ്രോഗ്സിന് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്.
അതിനെ കെമോഫ്ലേജ് എന്ന് പറയും. ആൻഡ് ദിസ് പ്രൊട്ടക്റ്റീവ് കളറേഷൻ ഈസ് കോൾഡ്. ഇങ്ങനെയുള്ള ഈ കളറ് നമുക്കറിയാം ഓന്തിനൊക്കെ ഇതുപോലെ കളർ മാറാനുള്ള ഒരു കഴിവുണ്ട് അല്ലേ. അപ്പം അതിനും പറയുന്ന ഈ ഒരു പ്രൊട്ടക്റ്റീവ് കളറേഷൻ, ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യിക്കാൻ, അതായത് അവരുടെ സറൗണ്ടിങ്സിനോട് സാമ്യതയുള്ള കളറിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ കാമോഫ്ലേജ് എന്ന് പറയുന്ന ഒരു കഴിവ് ഇവർക്കുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ എന്ത് ചെയ്യുന്നു, എനിമീസ് ഇവരെ പെട്ടെന്ന് തിരിച്ചറിയില്ല. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഇവരുടെ സ്വയം രക്ഷയ്ക്ക് ഇത് സഹായിക്കുന്നുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് മിമിക്രി. ഇയുള്ള സമയം എല്ലാവരും മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റട്ടെ. നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മളൊരു 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടും. ഓക്കെ, ഷുവറാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് കൂടി മാക്സിമം ഷെയർ ചെയ്യുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കൂടി നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അതുപോലെ തന്നെ +2 ബയോളജിയുടെ ഒരു ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറൊക്കെ സേഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യമൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ വാട്സപ്പ് ഗ്രൂപ്പായിട്ടല്ല, കമ്മ്യൂണിറ്റി ഗ്രൂപ്പായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളും ഒക്കെ സേഫ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്യാം. ബാക്കി ക്ലാസ്സുകളുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു.